ഹായ് ഫ്രണ്ട്സ്, രാഗ സിമ്പിൾ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പട്ടുപാവാടയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 3.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തയ്ക്കുന്നത് മുതിർന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടയാണ്. ആളുടെ അരവണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 41 ഇഞ്ചാണ്. അതിനോടുകൂടി 4 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് അതിൻ്റെ 3 ഇരട്ടി തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇറക്കം വേണ്ടത് 40.5 ഇഞ്ചാണ്. അതിൽ നിന്ന് ബെൽറ്റിൻ്റെ 2.5 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ 38 ഇഞ്ച് കിട്ടും. അതിനോടുകൂടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 38.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. താഴെ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടല്ലോ, മുകളിൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് 38.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബെൽറ്റിനുള്ള തുണി മുറിച്ചെടുക്കാം. അതിനായി തുണി 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഹിപ്പ് അളവ് എത്രയാണോ അതിനോടുകൂടി 3 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 എടുത്തിട്ട് നമ്മൾക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി കൊടുക്കാം. അതായത് നമ്മളുടെ അരവണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 41 ഇഞ്ചായിരുന്നു. അതിനോടുകൂടി 3 ഇഞ്ച് കൂടി കൂട്ടിയപ്പോൾ 44 ഇഞ്ച് കിട്ടി. അതിൻ്റെ 4/1 എടുത്തു. തുണി 4ആയിട്ട് മടക്കി വെച്ചത് കൊണ്ടാണ് 4/1 എടുത്തത്. 2ആയിട്ടാണ് മടക്കി വെച്ചിരുന്നതെങ്കിൽ 2/1 എടുത്താൽ മതിയായിരുന്നു. 4/1 എടുത്ത ശേഷം അതിനോടുകൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി. അങ്ങനെ 12 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. ഇനി വീതി വരുന്നത് 2.5 ഇഞ്ച് വീതിയുള്ള ബെൽറ്റാണ് വേണ്ടത്. അപ്പോൾ തുണി നിവർത്തിയിടുമ്പോൾ, കാരണം നമ്മൾ മടക്കുമ്പോഴാണ് 2.5 ഇഞ്ച് വരുന്നത്, നിവർത്തിയിടുമ്പോൾ 5 ഇഞ്ച് എടുക്കണം. പിന്നെ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് പോകുന്നുണ്ട്. അങ്ങനെ മൊത്തം നമ്മൾ 6 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവുമുള്ള ബെൽറ്റാണ് എടുത്തത്. ഇനി ഇത് മുറിച്ച് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് പച്ച നിറത്തിലുള്ള പോളിക്കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 മീറ്റർ അടുപ്പിച്ചുണ്ട്. ഇത് ഇതുപോലെ കോണോട് കോൺ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കോണോട് കോൺ ആദ്യം വരച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ധാവണി സെറ്റാണ്. പാവാടയുടെ അടിയിലും ധാവണിയുടെ 4 സൈഡിലും പിന്നെ ചെറിയ പൈപ്പിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഇത്രയധികം വന്നത്. നമുക്ക് പാവാടയ്ക്ക് ഇത്രയും വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് ഈ സ്ട്രിപ്പുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരെണ്ണത്തിൻ്റെ അറ്റത്തേക്ക് തന്നെ അടുത്തതെടുത്ത് ഇതുപോലെ ചേർത്ത് വെക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു 7ൻ്റെ രൂപത്തിൽ, അല്ലേ, 7 വരക്കുന്നത് പോലെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കറക്റ്റ് അറ്റത്തേക്ക് തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം എടുത്തിട്ട് ഇതൊന്ന് മറിച്ചെടുക്കണം. ഇങ്ങനെ കണ്ടോ, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചെടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് അടുത്തത് എടുത്ത് വെച്ച് കൊടുക്കാം. കറക്റ്റ് അറ്റത്തേക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ മേളിൽ കണ്ടോ, ഒരു വി പോലത്തെ ഷേപ്പ് കിട്ടും. കറക്റ്റ് ആ കോർണറിൽ തന്നെ നമുക്ക് അടിച്ചു പോരാം. ഇതുപോലെയാണ് നമ്മൾ അടിച്ചു കഴിഞ്ഞത്. കണ്ടോ, ഒരു ഷേപ്പ് വ്യത്യാസവും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ട്രിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സൈഡിലുള്ള വേണമെങ്കിൽ നമുക്ക് 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്കിത് സ്കേർട്ടിൻ്റെ അടിയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതിനായിട്ട് സ്കേർട്ടിൻ്റെ ചീത്ത വശവും നമ്മളുടെ സ്ട്രിപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇതടിക്കുമ്പോൾ ആ ഫൂട്ടിൻ്റെ കറക്റ്റ് അറ്റത്ത് തന്നെ വരുന്ന രീതിയിലാണ് അടിച്ചു കൊടുക്കുന്നത്. ഒട്ടും വ്യത്യാസമില്ലാതെ ഇതുപോലെ ഒട്ടും പുറത്തേക്ക് തള്ളി നിൽക്കാതെ കറക്റ്റ് അറ്റത്ത് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ അടിച്ചു വരുമ്പോൾ നമ്മളുടെ ആ ഒരു ജോയിനിങ് വരുമല്ലോ, ആ ജോയിനിങ് വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് നിവർത്തി കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് അടിച്ചു പോരാം നമുക്ക്. ഇതുപോലെ ഇത് മുഴുവനായി നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്കേർട്ട് നിവർത്തിയിടുക, അതായത് സ്കേർട്ടിൻ്റെ നല്ല വശം നമ്മൾ എടുത്ത് വെക്കുകയാണ്. ഇനി അതിലേക്ക് ഈ പച്ച സ്ട്രിപ്പ് ഒന്ന് മടക്കി കൊടുത്തിട്ട് അത് ഈ വൈറ്റിൻ്റെ മേളിലേക്ക് എടുത്ത് വെക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് ചേർത്തെടുത്ത് വെക്കുകയാണ്. നമുക്ക് വൈറ്റ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ അടിക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ മടക്കി അതൊന്ന് കറക്റ്റ് ലെവലാക്കി നമുക്ക് തയ്ച്ചു പോരാം. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. കൈകൊണ്ട് തന്നെ നിവർത്തി കൊടുത്ത് ഒന്ന് ചുളിവൊക്കെ മാറ്റി തയ്ച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇനി ഇത് ഫുൾ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചുളിവുകളൊന്നും ഇല്ലാതെയാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്ലീറ്റ്സുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരേ അളവിലുള്ള പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ല എങ്കിൽ നമ്മളുടെ പ്ലീറ്റ്സ് എല്ലാം പല അളവിലായി പോകും. ആദ്യം നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യാം.
അതിനുശേഷം 2.5 ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 2.5 ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 3 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സാണ് വേണ്ടതെങ്കിൽ 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ 2.5 ഇഞ്ച് വെച്ച് ഫുൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ 2.5 ഇഞ്ചിലേക്ക് ആദ്യത്തെ 2.5 ഇഞ്ചിൻ്റെ പ്ലീറ്റ് എടുത്ത് വെക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. 2.5 ഇഞ്ചാണത്. ഇനി മൂന്നാമത്തെ വിട്ടിട്ട് നാലാമത്തെ 2.5 ഇഞ്ച് എടുത്ത് മൂന്നാമത്തെ 2.5 ഇഞ്ചിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ പ്ലീറ്റ്സ് താഴേക്കും എടുത്തിട്ടൊന്ന് തേച്ച് കൊടുക്കാം. കണ്ടോ, അളവ് മാറാതെ കറക്റ്റ് അതേ അളവിൽ തന്നെ നമുക്ക് താഴേക്കും തേച്ച് കൊടുക്കാം. ഇതുപോലെ ഇതേ അളവിൽ നമുക്ക് മുഴുവൻ പ്ലീറ്റ്സും എടുത്ത് കൊടുക്കാം. ഈ പ്ലീറ്റ്സിൻ്റെയൊക്കെ മുകളിൽ ഒരു മൊട്ടുസൂചി കൂടി കുത്തി വെച്ച് കൊടുത്താൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. ഇതിപ്പോൾ ഞാൻ മുഴുവൻ ഞെറിവ് എടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും തയ്ക്കാൻ നേരത്ത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ബെൽറ്റൊക്കെ വെക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്ലീറ്റ്സൊക്കെ മാറിപ്പോകാതിരിക്കാനായിട്ട് ഒരടി നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബെൽറ്റ് വെച്ച് കൊടുക്കാം. ബെൽറ്റിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഒന്ന് മടക്കി രണ്ടാമതൊന്നു കൂടി മടക്കിയിട്ട് നമുക്കിതിൻ്റെ അറ്റമൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ മറുവശവും അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ സ്കേർട്ടിൻ്റെ 2 വശവും അടിക്കണം. അകത്തേക്ക് 2 മടക്ക് മടക്കി ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം അടിച്ചെടുക്കാം. ഒരു 4 ഇഞ്ച് നീളത്തിൽ നമുക്ക് അടിച്ചാൽ മതി. കാരണം താഴേക്ക് നമ്മളുടെ ജോയിനിങ് വരുന്നതാണല്ലോ. അത് കാരണം മുകൾ ഭാഗം മാത്രം ഒരു 4 ഇഞ്ച് നമ്മൾ ചേർത്തടിക്കുന്നുണ്ട്. ഇത്രയും മതി. ഇതുപോലെ 2 വശവും അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബെൽറ്റ് ജോയിൻ ചെയ്യാം. ബെൽറ്റ് ജോയിൻ ചെയ്യാനായിട്ട് സ്കേർട്ടിൻ്റെ ചീത്ത വശവും ബെൽറ്റിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് ചേർത്ത് വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബെൽറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് അകവശത്തിട്ടാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇനി ഈ ബെൽറ്റ് മറിച്ച് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് എടുക്കുന്നത്. ഇനി ആ ജോയിൻ്റ് ആ തേര് വശം നമ്മളുടെ അവിടെ ജോയിൻ ചെയ്ത് അവിടത്തേക്ക് മടക്കി വെച്ചിട്ട് ഒരു മടക്ക് മടക്കിയാൽ മതി. എന്നിട്ട് എല്ലായിടും ഒന്ന് മൊട്ടുസൂചി കൊളുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടിരിക്കും. ഇത് ഇപ്പം തന്നെ തയ്ച്ച് തുടങ്ങുന്നതിന് മുന്നേ ഇത് കറക്റ്റായിട്ടൊന്ന് നിവർത്തി വെച്ച് എല്ലായിടവും മൊട്ടുസൂചി കൊണ്ടിട്ട് തന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ടല്ല നമ്മളൊന്നും നോക്കാതെ വെറുതെ ഇങ്ങനെ അടിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരുമ്പോൾ തുണി ഏറിയും കുറഞ്ഞു ഇരിക്കും. അതിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഇങ്ങനെ മടക്കി അടിക്കുന്ന സമയത്ത് ഇതുപോലെ പിൻ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ലെവലിൽ കിട്ടുന്നതാണ്. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് ജോയിൻ ചെയ്യാം. ഒരുപാട് വലിക്കുകയൊന്നും ഇട്ട് ഒന്നും ചെയ്യേണ്ട. കറക്റ്റ് വെച്ചിട്ട് തന്നെ അങ്ങ് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബെൽറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. കേട്ടോ, ഒരു ചുളിവോ മടവോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മളത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൂടി വിട്ട ശേഷം ബാക്കി നമുക്കിത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. രണ്ടറ്റവും തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു വള്ളി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ സൈഡിൽ ആ പച്ച ബോർഡറൊക്കെ ഉള്ളത് കാരണം അതൊക്കെ വെച്ചിട്ടുള്ളൊരു ഡോറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിൽ ഇടുന്നില്ല. അതുകൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. കാരണം ആ ഡോറി കുറച്ച് ഹെവിയാണ്. അപ്പോൾ അത് കാരണം ഞാനപ്പോൾ വീഡിയോ നിർത്തുകയാണ്. ഇത് പട്ടുപാവാട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്